ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു നിതു ഇൻഡോ-ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ആപ്പിൾ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. അത് അപ്പത്തിനും പൂരിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറി. ആ കറിക്ക് നല്ല ടേസ്റ്റാണ്. നല്ല പുളിയുള്ള ആപ്പിളാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഇനിയിപ്പോൾ അഥവാ കിട്ടുന്നില്ല, നിങ്ങൾക്ക് സാധാരണ ആപ്പിൾ കിട്ടുന്നുണ്ടെങ്കിലും അത് കുഴപ്പമില്ല. നമുക്ക് റെഡിയാക്കാനായിട്ട് അത് സാധാരണ ആപ്പിളായാലും മതി. പക്ഷേ അതിൻ്റെ തൊലി ചെത്തിക്കളയണം. അപ്പം അതിന് ആവശ്യമായ സാധനങ്ങൾ: ആപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തത്, ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അത് കറിയാക്കാനായിട്ട് വേണ്ടിയിട്ട് കടുക് താളിക്കാനായിട്ട് എണ്ണ, ഒരു സ്പൂൺ കടുക്, പൊടികൾ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, രുചിക്കായിട്ട് ഒരു ഞുള്ളു കായം, ആവശ്യത്തിന് ഉപ്പ്. ആപ്പിൾ കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചു. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇനി ഈ പാൻ ചൂടാകട്ടെ. പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ കടുക് ഇട്ടിട്ട് ഒരു അടപ്പ് വെച്ച് അങ്ങ് അടയ്ക്കും. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇതെല്ലായിടത്തും തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കടുക് പൊട്ടിക്കുമ്പോൾ തെറിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ എനിക്കിതെല്ലാം ക്ലീൻ ചെയ്യണ്ടേ, അതെനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യും. കടുകിട്ടു, പൊട്ടട്ട. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യാം. ഈ ഉള്ളി ഒന്ന് വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 കരിയാപ്പില ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞളിൻ്റെ പച്ചക്കുത്തലൊന്ന് മാറട്ടെ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയോട് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ഇതിൻ്റെ അകത്ത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ഒരു ഞുള്ളു കായോടിടാം. അതാണ് ഇനി ടേസ്റ്റ് കൊടുക്കുന്നത് ഈ കറിക്ക്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മസാലയിൽ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ മസാല കരിയാതിരിക്കാനായിട്ട് നമുക്കൊരു സ്വല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്യാസ് സ്ലിമ്മിൽ വെച്ചിട്ട് ഇത് അടഞ്ഞിരുന്ന് ഈ കറി ഒന്ന് വേകട്ടെ. ആപ്പിൾ കറി ഇപ്പം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത് പൂരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറാണ്. ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത് വൈകിട്ട് ഡിന്നറിന് വേണ്ടിയിട്ടാണ്. പൂരിയുടെ കൂടെ, കാരണം വേറെ കറിയൊന്നും വെക്കാൻ എനിക്ക് സമയമില്ലാത്തതാണ് ഇത് വെച്ചു. അപ്പം എനിക്ക് തോന്നുന്നു ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുതേ. അപ്പം അടുത്ത ഒരു വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ ടേക്ക് കെയർ, ബൈ ബൈ.